പന്തക്കുസ്ത തിരുനാൾ അടുത്ത് വരികയാണ്. ഏറ്റവും അടുത്ത ദിനങ്ങളാണ്. പ്രാർത്ഥനയോടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഇന്നേ ദിനം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ് എപ്രകാരം ഈ ഏറ്റവും അടുത്ത ഒരുക്കം നമ്മൾ ക്രമീകരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 38-ാം തിരുവചനം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനം, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ പത്രോസിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, അനുതാപത്തോടെ പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ ഓരോ കുമ്പസാരവും നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. വീണ്ടും ഒരു സ്നാനം ചെയ്യപ്പെടുന്ന അനുഭവമാണ്. നമ്മുടെ പാപക്കറകളെല്ലാം കഴുകി അനുതാപത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കിട്ടും. ഇത് പറയുന്നത് പത്രോസ്ലീഹായ. കാരണം പത്രോസ്ലീഹായ്ക്ക് ഈ ഒരു അനുഭവം സ്വന്തമാക്കുവാൻ സാധിച്ചത് കൊണ്ടാണ് പറയുന്നത്. വലിയ തെറ്റ് ചെയ്തവൻ, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവൻ, അറിയില്ല എന്ന് പറഞ്ഞവൻ, മുൻകരുതലുകൾ കൊടുത്തിട്ട് പോലും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ പാപാവസ്ഥയിൽ വീണുപോയവൻ ഈശോ നോക്കിയപ്പോൾ അവനിതാ ഹൃദയം നൊന്ത് കരഞ്ഞു. അവൻ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഹൃദയം നൊന്ത് കരഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, വലിയ കൃപകളാൽ നമ്മളെ അനുഗ്രഹിക്കും. കർത്താവേ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകൾ വന്നിട്ടുണ്ട്. അനുതാപത്തോടെ ഇതാ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അണയുകയാണ്. ഞങ്ങളുടെ വീഴ്ചകളെ, ഞങ്ങളുടെ പാപമേഖലകളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. വീണുപോയ ജീവിതത്തിന് കർത്താവ് നൽകുന്ന ഒരു അവസരം പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ച് ഇരട്ടി അഭിഷേകത്തോടെ മുന്നേറുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് ഈ പന്തക്കുസ്ത. പ്രാർത്ഥിക്കാം നമുക്ക്. ഈശോയെ, ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തുവാൻ, പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ട ആത്മാവിന്റെ കൃപകൾ സ്വീകരിച്ച് ഒരു പുത്തൻ അഭിഷേകത്തോടെ ജീവിക്കുവാൻ, ഒരു പുതുജീവിതം നയിക്കുവാൻ ബലഹീനരായ ഞങ്ങൾ എല്ലാവരെയും ദൈവമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തണമേ. ദിവ്യകാരുണ്യനാഥ, ഈ ഒരു കൃപ ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു നൽകണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.